ഒരു നാട്ടിൽ ഒരു ആപ്പിൾ തോട്ടമുണ്ടായിരുന്നു. ഭംഗിയുള്ള ഒരു തോട്ടം, നിറയെ ആപ്പിൾ മരങ്ങൾ, അതിൽ നിറയെ ആപ്പിളുകൾ. കണ്ടാൽ തന്നെ നോക്കി നിന്ന് പോകും. അങ്ങനെയൊരു തോട്ടം. അതിൻ്റെ ഉടമസ്ഥൻ എന്നും തോട്ടത്തിൽ വരികയും മൂത്ത് പാകമായ ആപ്പിളുകൾ പറിച്ചു കൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം തോട്ടമുടമ തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ ഒരാൾ മരത്തിലിരുന്ന് ആപ്പിൾ പറിക്കുന്നു. തോട്ടമുടമ അമ്പരന്ന് പോയി. അദ്ദേഹം ആ അപരിചിതനോട് വിളിച്ചു പറഞ്ഞു, "ഏയ്, എന്താ ഇത്? ആരാണ് നിങ്ങൾ?" പക്ഷേ ആപ്പിൾ പറിക്കുന്ന ആ ആൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ മിണ്ടുകയോ ചെയ്തില്ല. ആപ്പിൾ പറിച്ചുകൊണ്ടേയിരുന്നു. തോട്ടമുടമക്ക് ദേഷ്യം വന്നു. അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, "ഏയ്, താഴെ ഇറങ്ങ്, ഇതെൻ്റെ തോട്ടമാണ്." അപ്പോൾ ആ അപരിചിതൻ പറഞ്ഞു, "ഇത് ദൈവത്തിൻ്റെ തോട്ടമാണ്. ദൈവമാണ് ആപ്പിൾ ഉണ്ടാക്കിയത്. ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ഇടപാടാണ്. നിങ്ങളതിൽ ഇടപെടണ്ട." ഇത് കേട്ട് തോട്ടമുടമ സ്തബ്ധനായി. അദ്ദേഹം ആപ്പിൾ പറിച്ച ആ അപരിചിതനെ മരത്തിൽ നിന്ന് ഇറക്കി. എന്നിട്ട് മരത്തിൽ നിന്നൊരു വടി ഒടിച്ചെടുത്ത് അയാളങ്ങോട്ട് തല്ലാൻ തുടങ്ങി. അപ്പോൾ അപരിചിതൻ കരയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, "നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്നെ എങ്ങനെ ക്രൂരമായി മർദ്ദിക്കാമോ? എനിക്ക് വേദനിക്കുന്നു. നിങ്ങളെന്നെ അടിക്കല്ലേ." അപ്പോൾ ആ തോട്ടമുടമ പറഞ്ഞു, "ആപ്പിൾ മരം ഉണ്ടാക്കിയത് ദൈവമാണ്. ഈ വടിയും ദൈവത്തിൻ്റേതാണ്. ഇത് ഞാനും ദൈവവുമായുള്ള ഇടപാടാണ്. ഇതിൽ നിങ്ങൾ ഇടപെടരുത്." അപ്പോൾ ആ അപരിചിതൻ പറഞ്ഞു, "എന്നോട് ക്ഷമിക്കണേ. ഇനി ഒരിക്കലും ആപ്പിൾ ഞാൻ മോഷ്ടിക്കില്ല. ഇനി ഒരിക്കലും ഞാൻ ഈ തോട്ടത്തിലേക്ക് കയറില്ല" എന്ന് പറഞ്ഞു. അപ്പോൾ തോട്ടമുടമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ശരി ശരി, നീ ചെയ്യുന്ന തെറ്റ് ദൈവത്തിൻ്റെ പേരിലാക്കരുതേ. ഇനി അങ്ങനെ ചെയ്യാനേ പാടില്ല." "ഇല്ല, ഞാനിനി അങ്ങനെ ചെയ്യില്ല." അങ്ങനെ അപരിചിതൻ തോട്ടത്തിൽ നിന്നും പോയി. തോട്ടമുടമ ആപ്പിള് പറിക്കാൻ തുടങ്ങി. കഥ